ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോർജേട്ടൻസ് കിച്ചണിലോട്ടേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയത് ജീര ചിക്കൻ ഫ്രൈ ആണ്. ഇതുവരെ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇതുവരെ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തിലാപ്പിയ മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് മീൻ വാങ്ങി നല്ല കല്ലുപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം ഉള്ളും ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം മീൻ മസാല പറ്റാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം വരയുക, കത്തി കൊണ്ട് വരയുക. അത് നല്ല ഡീപ്പായിട്ട് വരുന്നത് നല്ലതായിരിക്കും, കാരണം ഉള്ളിലേക്ക് മസാല നല്ലവണ്ണം പിടിക്കണം. രണ്ട് വശവും വരഞ്ഞു വയ്ക്കണം. 4 മീനും വരഞ്ഞു വയ്ക്കുക. അതിനുശേഷം ഈ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അല്പം മല്ലിപ്പൊടി ചേർക്കാം. അത് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ 2 സ്പൂൺ ഫിഷ് മസാല അതിന് നല്ലൊരു ഫ്ലേവർ തരും. ഫിഷ് മസാല എടുത്തതിന് ശേഷം 1 സ്പൂൺ ഉപ്പ് ഇട്ട്, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുക. 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ അതൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ കുഴമ്പ് രൂപത്തിൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് മീനിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം നല്ല രീതിയിൽ മസാല പരട്ടുക. നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യുക. മീനിൻ്റെ ഉള്ളിലും എല്ലാം മസാല പരട്ടണം. അത് 4 മീൻ പരട്ടി പിന്നെ നമ്മളത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കണം. അപ്പം നമ്മൾ മീനിലേക്ക് വേണ്ട മസാലയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നല്ല വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാവണം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് 1-2 പച്ചമുളക് അതിലരിഞ്ഞിടുക. അതിന് ശേഷം നല്ല ചെറുള്ളി, നല്ല ക്വാണ്ടിറ്റി ചെറുള്ളി, ഒരു 200 ഗ്രാംസോ അല്ലെങ്കിൽ നമ്മുടെ മീനിൻ്റെ അനുസരിച്ചിട്ട് ചെറുള്ളിയും തക്കാളിയും അതിലിട്ട് വഴറ്റണം. ഈ തക്കാളി വഴറ്റിയതിന് ശേഷം നമ്മളത് ഒന്ന് മൂക്കാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം അതിലിട്ട് അല്പം വാളംപുളിയുടെ പേസ്റ്റും ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ മീനിലേക്ക് വെച്ച മസാല മിക്സ് ചെയ്ത് അതിലല്പം വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ മീനൊന്ന് വറക്കണം. അതിന് നമ്മൾ പരട്ടി വെച്ച ഫ്രൈ പാനിൽ കടുകും വേപ്പിലയും പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് മീൻ ഓരോന്ന് ആയിട്ട് ഇടുക. അത് 1 മിനിറ്റ് ഓരോ സൈഡ് മാത്രം വെന്താൽ മതി. കടുക് പൊട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ഫ്രൈ പാനിൽ അതിന് അടി പിടിക്കില്ല. അത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് ആ മീനിലേക്ക് നമ്മൾ നേരത്തെ എരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് പച്ചച്ചോക മാറാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ വാട്ടിയ വാഴയിലേക്ക് മസാല വെച്ച് അതിൻ്റെ മുകളിൽ ഒരു മീൻ വയ്ക്കുക. അതിൻ്റെ മുകളിൽ ഉള്ളിലൊക്കെ മസാല നമുക്ക് എടുത്ത് വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് എടുത്ത് വയ്ക്കുക. അതുപോലെ ഒരു 2 പീസ് തക്കാളിയും പിന്നെ ഒരു അല്പം മസാലയും വെച്ച് ഒരു വേപ്പിലയും വെച്ച് നമ്മൾ അതിനെ പൊതിഞ്ഞെടുക്കാൻ നമുക്ക് വാഴയുടെ വാഴനാരില്ലെങ്കിൽ ഇപ്പോൾ ചാക്കുനൂല്, എൻ്റെ കയ്യിൽ ചാക്കുനൂല് കിട്ടി. അതുപോലെ വാഴയുടെ നാരും എടുത്ത് ഞാനത് പൊതിഞ്ഞെടുത്തു. അങ്ങനെ 4 മീനും പൊതിഞ്ഞ് നമ്മളെടുക്കുക. പിന്നെ ഇവിടെ എല്ലാം അത്ര സുലഭമല്ലാത്ത കാരണം നമുക്ക് കിട്ടിയ എല്ലാം അത്ര ഉള്ളത് നല്ലതൊന്നുമല്ല, എങ്കിലും ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഉഷാറായിട്ട് എടുക്കുക. അങ്ങനെ ഓരോ മീനും നമ്മൾ ഇത് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കണം. അതെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഉരുളിയിൽ വയ്ക്കാം. ഇവിടെ ഞങ്ങൾക്കൊരു നോൺ സ്റ്റിക്ക് പാത്രമുണ്ട്. അതിൽ അല്പം എണ്ണ പരട്ടിയതിന് നല്ലവണ്ണം ചൂടായതിന് ശേഷം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് പരട്ടി ഈ 4 മീനും അതിലേക്ക് നമ്മൾ നിരത്തി വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലും ആ ബ്രഷ് എടുത്ത് അതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോ സൈഡും ഒരു
15 മിനിറ്റ് വീതം ഇത് ഗ്രില്ല് ചെയ്യണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ച് മറ്റേ സൈഡും എടുത്ത് വയ്ക്കുക. ഇപ്പം നമുക്ക് കാണാം അതിൻ്റെ ഓരോ സൈഡ് ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് മറ്റേ മറുവശം ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കുക. അത് നമുക്ക് വയ്ക്കുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഒരു സൈഡ് ശരിക്ക് ഗ്രില്ലായിട്ട് ആ ഇലയിൽ അതിൻ്റെ മാറ്റം വന്നിരിക്കുന്നത് കാണാം. ഈ 4 സൈഡും 4 മീനും അതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കുക. നമുക്ക് ഞാൻ പറഞ്ഞോണം നാട്ടിലാണെങ്കിൽ നല്ല ഉരുളിയിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിള്ളേർക്ക് ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ അവർ കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയുണ്ട്, ഗ്രേവിയും നല്ലതായിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.